ഡോക്ടർ ഈ കഴിഞ്ഞ 33 വർഷത്തെ ജേണി പറയുന്ന സമയത്ത് പക്ഷേ കഴിഞ്ഞ ഒരു 5 വർഷത്തേക്ക് ജേണി എടുത്ത് നോക്കുകയാണെങ്കിൽ ആ ജേണിയുടെ സ്പീഡ് ഭയങ്കര കൂടുതലാണ്. നമ്മൾ ഇതിനു മുമ്പ് വരെ 5 വർഷം മുമ്പ് വരെ നമ്മൾ ജനറേഷനുകളെ പറ്റി അധികം സംസാരിച്ചിട്ടില്ല, കേട്ടിട്ടില്ല. ഇന്ന് നമ്മൾ ജെൻസിനെ പറ്റി പറയുന്നുണ്ട്, ജെൻ ആൽഫനെ പറ്റി പറയുന്നുണ്ട്. സോ ഈ ജെൻസി അല്ലെങ്കിൽ ജെൻ ആൽഫ വിഭാഗത്തിൽപ്പെടുന്ന കസ്റ്റമേഴ്സിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ എംപ്ലോയീസിനെ ഹാൻഡിൽ ചെയ്യുന്ന ടീമിനെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് എന്താണ് ഡോക്ടറുടെ എക്സ്പീരിയൻസ്? ജെൻസിയെ ഹാൻഡിൽ ചെയ്യുന്നത് കുറച്ചുകൂടെ എളുപ്പമാണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. കാരണം അവർ വെൽ ഇൻഫോംഡ് ആണ്, അവർ കുറച്ചുകൂടെ ഡിസിസീവാണ്, ഓപ്പൺ ആണ്, അവർ കുറച്ചുകൂടെ സോഷ്യലി റെസ്പോൺസിബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല ക്വാളിറ്റീസ് ജെൻസീസിലുണ്ട്. കാരണം ഒരു ഇൻഫോർമേഷൻ്റെ ആ ഒരു ആധിക്യം കൊണ്ടാവണം അവർ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലൊക്കെ അവർ വളരെ പോസിറ്റീവായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവരെ ഹാൻഡിൽ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് അവരുടെ ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യത്തക്ക രീതിയിൽ ഒരു പ്രൂഫ് ഓഫ് കൺസെപ്റ്റ് കൊടുക്കുക. അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റിയിൽ നമ്മൾ വളരെ നോൺ നെഗോഷ്യബിൾ ആണെന്ന് പറയുക, നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സ് ഉണ്ട് എന്നൊക്കെ ഉള്ളത് ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ജെൻസിക്ക് അവർ വളരെ പെട്ടെന്ന് നമ്മളെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. പിന്നെ ചില കാര്യങ്ങളിൽ അത് വേണം. കാര്യം ജെൻസീസിൽ ഞാൻ കണ്ടൊരു വിഷയം, ഒരിടത്ത് ഒരു വളരെ പെട്ടെന്ന് ചിലപ്പോൾ ഡിസിഷൻസ് ചേഞ്ച് ചെയ്യാനും അവർ ചിലപ്പോൾ തയ്യാറാവുന്നുണ്ട്. അതും എനിക്ക് തോന്നുന്ന ഈ ഇൻഫർമേഷൻ്റെ ആ ഒരു സ്പീഡ് കൊണ്ട് തന്നെ ആവണം, അങ്ങനത്തെ ഒരു ഇത് കാണുന്നുണ്ട്. അത് അവരുടെ ഒരു ട്രസ്റ്റ് നിലനിർത്തിക്കൊണ്ട് അതിനെ കണ്ടിന്യൂ ചെയ്യാനായിട്ടുള്ള ആ ഒരു കോൺഷ്യസ് ആയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി എന്നെ പോലുള്ളവർ കൂടുതൽ അതിനകത്ത് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.